2022 ഫെബ്രുവരി 15 ബ്രിട്ടൻ തുറന്നിട്ട കെയർ വിസയിലൂടെ എത്തിയ 10,000-കണക്കിന് കുടിയേറ്റക്കാരും അവരെക്കാൾ പല ഇരട്ടിയായി വന്ന ആശ്രിത വിസക്കാരും ചേർന്ന് രാജ്യത്തെ ആശുപത്രികളും സ്കൂളുകളും മാത്രമല്ല കിടക്കാനുള്ള വീടുകൾ വരെ കൈയടക്കിയ സാഹചര്യത്തിലാണ് ഇനി ആരെയും അങ്ങോട്ട് വേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിച്ചത്. ഈ സാഹചര്യം സൃഷ്ടിച്ചതാകട്ടെ മലയാളികളടക്കമുള്ള കുടിയേറ്റക്കാർക്കിടയിലെ വിസ ഏജൻറ്റുമാരുടെ ആർത്തിയാണ്. ഒരു പണം പോലും നിക്ഷേപം വേണ്ടാത്ത ബിസിനസ്സായി വിസ കച്ചവടം മാറിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ വാങ്ങി 10,000-ങ്ങളെ UK-യിൽ എത്തിക്കാൻ ആവേശത്തോടെ UK-യിലും കേരളത്തിലും വേഷമിട്ടത് 100-കണക്കിന് അവതാരങ്ങളാണ്. ഇവർ വഴി ആയിരക്കണക്കിന് ആളുകൾ നിസാര ശമ്പളമുള്ള കെയർ ജോലിക്കെത്തി പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ UK ജീവിതത്തിൻ്റെ മറുമുഖം കണ്ടു തുടങ്ങിയപ്പോൾ 10,000-കണക്കിന് ആളുകളാണ് UK മോഹത്തിൽ ഏജൻസികൾക്ക് പണം നൽകി കാത്തിരിക്കുന്നത്. അവർക്കോ കടിച്ചതുമില്ല പിടിച്ചതുമില്ലെന്ന അവസ്ഥയിലുമായി. ഇപ്പോഴും അവസാന വണ്ടിയിൽ സീറ്റുണ്ടെന്ന് മോഹിപ്പിച്ച് കബളിപ്പിക്കുവാൻ ഏജൻസി വേഷം കെട്ടിയവർ തകർത്താടുന്നത് കാണുമ്പോഴാണ് കൗതുകം തോന്നുന്നത്. എന്നാൽ അങ്ങനെ പുറപ്പെടാൻ ഒരു വണ്ടിയോ കാലിയായി കിടക്കുന്ന സീറ്റുകളോ ഇല്ല എന്ന യാഥാർത്ഥ്യം മലയാളികളെ പറഞ്ഞു മനസ്സിലാക്കാനും പ്രയാസമാണ്. ഏജൻസി നടത്തിപ്പുകാർ പറയുന്നത് അക്ഷരം പ്രതി വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപ കൈമാറി ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികൾ തങ്ങളാണെന്ന് തെളിയിക്കാനും മടിയില്ലാതെ ഇടിച്ചു കയറുകയാണ് കേരളത്തിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്തയിൽ കഴിയുന്ന യുവതി യുവാക്കൾ. UK-യിൽ നടക്കുന്ന നിയമമാറ്റം ഒന്നും അവരറിയുന്നില്ല. അഥവാ അറിഞ്ഞാലും ഏജൻസിക്കാരുടെ മധുര വാക്കുകളിൽ പഞ്ചാര വർത്താനങ്ങളിൽ മയങ്ങുന്ന മാരക രോഗത്തിന് അടിമകളാകുകയാണ് മലയാളികൾ. അടിക്കടി എത്തുന്ന പരാതി പ്രവാഹം അതിനെയാണ് തെളിയിക്കുന്നത്. മാസങ്ങളായി പറഞ്ഞുറപ്പിച്ചിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് സർക്കാർ വെബ്സൈറ്റിൽ വിജ്ഞാപനമായി എത്തിയത്. അതിൽ പറയുന്നതനുസരിച്ച് മാർച്ച് 11 മുതൽ കെയർ വർക്കർമാർക്കും സീനിയർ കെയർ വർക്കർമാർക്കും ആശ്രിത വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാൻ നിയന്ത്രണമുണ്ടാകുമെന്നാണ്. ഈ വർഷം ജനുവരി മുതൽ സ്റ്റുഡൻസ് വിസയിൽ എത്തുന്നവർക്ക് നടപ്പാക്കിയ നിയമം കെയർ വിസയിൽ കൂടി നടപ്പാക്കുന്നതോടെ മലയാളികളിൽ നല്ല പങ്കിനും UK വിസ എന്നേക്കുമായി അടയും. ശേഷിച്ച മലയാളി കുടിയേറ്റം നഴ്സുമാർ, ഡോക്ടർമാർ, ഗവേഷകർ തുടങ്ങിയ ചുരുക്ക മേഖലയിലേക്ക് ഒതുങ്ങും. വിദ്യാഭ്യാസത്തിലും പ്രൊഫഷണലിസത്തിലും മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമായി ബ്രിട്ടീഷ് വിസ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ മേഖലയിൽ വരുന്നവർക്ക് സ്വകാര്യ ഏജൻസികളെയോ തൊഴിലുടമകളെയോ ആശ്രയിക്കേണ്ടെന്ന് മാത്രമല്ല 10 പൈസ പോലും ഏജൻസികൾക്ക് നൽകണ്ട. ഇത്തരത്തിൽ പണം വാങ്ങി UK-യിൽ ആളെ എത്തിച്ചാൽ നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾക്ക് ലൈസൻസ് വരെ നഷ്ടമാകും. പുതുതായി UK വിസ ലഭിക്കണമെങ്കിൽ മാറിയ ജീവിത സാഹചര്യങ്ങളിൽ 38,700 പൗണ്ടിൻ്റെ വാർഷിക ശമ്പളം കാണിക്കണം. സാധാരണ ജോലികൾക്ക് ഈ ശമ്പളം നൽകാൻ തൊഴിലുടമകൾ തയ്യാറാകില്ല. സീനിയർ പോസ്റ്റുകളിൽ മാത്രമായി ലഭിക്കുന്ന ഈ വാർഷിക ശമ്പള കണക്കിൽ വിസ നൽകേണ്ടി വരുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമായിരിക്കും. ഈ ശമ്പള സ്കെയിൽ വിസ അനുവദിക്കാൻ നടപ്പാക്കിയാൽ നിലവിൽ ജോലി ചെയ്യുന്ന അനേകായിരങ്ങൾക്ക് പോലും UK വിടേണ്ടതായി വരും. വരുന്ന ഏപ്രിൽ 4-ാം തീയതി മുതൽ നൽകുന്ന വിസ അപേക്ഷകളിൽ ഈ തുക ശമ്പളം ആയി കാണിക്കാനാകില്ലെങ്കിൽ വിസ അനുവദിക്കില്ല. ബ്രിട്ടൻ യൂറോപ്പ് വിട്ടപ്പോഴാണ് മീൻ പിടിക്കാനും ഇറച്ചി വെട്ടാനും പശുവിനെ കറക്കാനും ആപ്പിൾ പറിക്കാനും ഒക്കെ വിവിധ ജോലികൾക്ക് ഷോർട്ടേജ് ഓക്കുപ്പേഷൻ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ഇതിൽ ആപ്പിൾ പറിക്കുന്നതൊഴികെ മറ്റെല്ലാ ജോലികൾക്കും മലയാളികളും വിസ നേടിയെത്തി. മീൻ പിടിക്കാനുള്ള വിസയിൽ തിരുവനന്തപുരം വൈപ്പിൻ മേഖലയിലുള്ള അനേകം മലയാളി യുവാക്കൾ സ്കോട്ട്ലൻഡ് പ്രദേശത്ത് എത്തിയപ്പോൾ ഇറച്ചി വെട്ടുകാരായി എത്തിയത് 100-കണക്കിന് മലയാളികളായ ചെറുപ്പക്കാരാണ്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നുമാണ് പ്രധാനമായും ഇറച്ചി വെട്ടിന് എത്തിയിട്ടുള്ളത്. താമസവും ഭക്ഷണവും ഒക്കെ നൽകിയ മാംസവിൽപ്പന കമ്പനികൾ വിസ കാലാവധി കഴിഞ്ഞ യുവാക്കൾക്ക് അത് പുതുക്കി നൽകാൻ തയ്യാറാകാതെ കേരളത്തിലേക്ക് മടക്കി അയച്ചു. ഇനി ഷോർട്ടേജ് ഓക്കുപ്പൻസി ലിസ്റ്റിൽ നിന്നും പല ജോലികളും അപ്രത്യക്ഷമാകും. സർക്കാർ പറയുന്ന ശമ്പളം നൽകാൻ ഈ തൊഴിൽ രംഗത്ത് സാധിക്കില്ല. തൽക്കാലം ഇത്രയും ശമ്പളം ഇല്ലെങ്കിലും കെയർ വിസ അനുവദിക്കപ്പെടും. പക്ഷേ ആശ്രിതരെ കൊണ്ടുവരാനാകില്ല. വിസ കച്ചവടക്കാരുടെ ചതിക്കിരയായ ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതികൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും UK മോഹവുമായി നടക്കുന്ന യുവതി യുവാക്കൾക്ക് ഇതൊരു തിരിച്ചടിയാണ്.